അപ്പോൾ നമ്മളുടെ അതിഥികളിലേക്ക് കൂടി ഒന്ന് പോകുന്നു. പുനലൂരിൽ നിന്നാണ് തത്സമയം ഈ ജനസഭ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രതിഷേധങ്ങൾ കാണുന്നില്ലേ എന്നതാണ് ചോദ്യം. ആദ്യ ചോദ്യം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ്. തുടർച്ചയായി പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഇന്നലെ മൈക്ക് ഓഫാക്കുന്നത് കാണുന്നു. ഇന്ന് കോടതി ചോദ്യങ്ങൾ വേണ്ട എന്ന് പറയുന്നു. പ്രതിഷേധങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ മാത്രം മുഖ്യമന്ത്രി കാണുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പര്യടനം കൊല്ലം ജില്ലയിലെത്തുമ്പോഴും അതേ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊപ്പം അതിഥികളായി CPM-ൽ നിന്നും SR അരുൺ ബാബു ചേരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നും ഫൈസൽ കുളപ്പാടം, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ അല്പസമയത്തിനകം നമുക്കൊപ്പം എത്തും. അദ്ദേഹം ഇവിടെ ഉണ്ട്. നമസ്കാരം. ഞാൻ അങ്ങേ കണ്ടില്ല. ഞാൻ തുടങ്ങിയ സമയത്ത് ശ്രീ സോമനെ കണ്ടില്ല. താങ്ക് യു. അങ്ങയുടെ ഫോൺ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ അല്പം ടെൻഷനിലുമായിരുന്നു. താങ്ക് യു. അഡ്വക്കേറ്റ് വൈക്കൽ സോമനും നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. ആദ്യ ചോദ്യം അരുണിലേക്കാണ്. അരുൺ, ഒറ്റ ചോദ്യം. മുഖ്യമന്ത്രി പ്രതിഷേധം കാണുമ്പോൾ ഇന്റർവെൽ വരെ മാത്രമേ കാണത്തുള്ളൂ. ഇന്റർവെല്ലിന് ശേഷം മുഖ്യമന്ത്രിക്ക് എന്താണ് കാഴ്ച മറയുന്നത്? പ്രതിഷേധത്തിന്റെ ഇന്റർവെൽ വരെ മുഖ്യമന്ത്രി കാണുന്നത് ബസ്സിലേക്ക് ചാടുന്ന പ്രവർത്തകരെയാണ്, പോലീസ് പിടിച്ചു മാറ്റുന്നവരെയാണ്. ഇന്റർവെൽ കഴിഞ്ഞാണ് രണ്ടാമത്തെ സീൻ. ഒന്നുകിൽ അംഗരക്ഷകൻ വന്നടിക്കും, അതല്ലെങ്കിൽ DYFIക്കാർ വന്നടിക്കും. അത് മുഖ്യമന്ത്രി കാണത്തില്ല. മുഖ്യമന്ത്രി ഇന്റർവെൽ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ട നാടാണ്. എന്നാൽ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU എല്ലാം നടത്തുന്ന സമരങ്ങൾ ഒരു സമരാഭാസം എന്ന നിലയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് ചാടി ഏതെങ്കിലും തരത്തിലൊരു അപകടമുണ്ടായി അതിൻ്റെ ഭാഗമായി ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം കേരളത്തിനകത്ത് നടത്തുകയാണ്. അത് ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ ഭാഗമായി കാണാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ DYFIയും SFIയും എല്ലാം തന്നെ നിരവധി സമരങ്ങൾ നടന്നു. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് സമരം. ആ നിലയിൽ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ട, ഇതിഹാസ തുല്യമായ നിരവധി സമരങ്ങൾ കണ്ട നാടാണ്. മുൻകൂട്ടി സമരം പ്രഖ്യാപിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അണിചേരുന്ന സമരങ്ങളാണ് കേരളം കണ്ടുള്ളത്. കൂത്തുപറമ്പ് വെടിവെപ്പടക്കമുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ SFI നടത്തിയിട്ടുള്ള നിരവധി സമരങ്ങൾ, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് SFIയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന സഖാവ് P. ബിജു അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റ SFIയുടെ സമരത്തിലേക്ക് വെടിവെപ്പ് നടന്ന DYSP ആയിട്ടുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെപ്പ് നടത്തിയിട്ടുള്ള അടക്കമുള്ള നിരവധി സമരങ്ങൾ, രക്തസാക്ഷിത്വം അടക്കം വരിച്ചിട്ടുള്ള നിരവധി സമരങ്ങൾ കണ്ട നാടാണ്. പക്ഷേ ഇന്നത്തെ സമരം എന്താണ്? ആ പങ്കാളിത്തം തീരെയില്ലാത്ത ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ ആ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തു ചാടി ജീവൻ തന്നെ ബലി കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ചാവേറുകളെ പോലെ സമരമുറ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഒരു സമരാഭാസമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ ബസ് പോയതിനു ശേഷം അംഗരക്ഷകൻ നീണ്ട ചൂരൽ വടിയുമായി തലക്കടിക്കുന്നത്? അങ്ങനെയല്ല. അങ്ങനെ പൂച്ചട്ടി വെച്ച് തലക്കടിക്കുന്നത്, ഹെൽമറ്റ് വെച്ച് തലക്കടിക്കുന്നത് സമരത്തിന്റെ പശ്ചാത്തലം കണ്ടിട്ടുണ്ടാവില്ല. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഇത് ജീവൻ രക്ഷാ ദൗത്യമാണെങ്കിൽ മനസ്സിലാക്കാം. പിടിച്ചു മാറ്റുന്നത് ഇവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും അവരെ ഉന്തി മാറ്റി വീണ്ടും ബസ്സിന് മുമ്പിലേക്ക് അല്ലെങ്കിൽ ഈ പുറകിൽ വരുന്ന പൈലറ്റ് വാഹനങ്ങളുടെ മുമ്പിലേക്ക് ചാടി ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം, അതിന് മാത്രം അന്തരീക്ഷം ഉണ്ടാക്കുക. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഗവർണറെ പാളയത്ത് എന്താണ് ചെയ്തത്? പാളയത്ത് ഗവർണർ സഞ്ചരിച്ച ബെൻസിൽ പോയി കമ്പൗണ്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് കണ്ടത്? നമ്മൾ കേരള പോലീസ് കേസ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത, രാജ്ഭവനിൽ നിന്ന് കൊടുത്ത കേസ് മാത്രമല്ലേ? ഗവർണറുടെ ഓഫീസിൽ നിന്നും കൊടുത്ത പരാതി ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ ആകെ മുമ്പിൽ ആ ചിത്രങ്ങളുണ്ട്. SFIയുടെ പ്രവർത്തകർ സമാധാനപരമായി കറുത്ത തൂവാല വീശിക്കൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കായിരുന്നു. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അങ്ങനെയല്ലായിരുന്നല്ലോ. വാഹനം വരുമ്പോൾ എടുത്തു ചാടുന്നു, കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അദ്ദേഹം 76,000 രൂപയുടെ നഷ്ടം പൊതുമുതലിലുണ്ട് എന്നതാണ് കേരള പോലീസ് പറയുന്നത്. എന്താണ് അത്? നമ്മൾ കണ്ടതല്ലേ അവിടെ എന്താ സംഭവിച്ചത്? SFI പ്രവർത്തകർ സമരം നടത്തുന്നു. ഒരു VIP സെക്യൂരിറ്റി ഉള്ള ഗവർണർ ആ വാഹനം നിർത്തി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ചെറിയ കുട്ടികളോട്, വിദ്യാർത്ഥികളായിട്ടുള്ള തന്നേക്കാൾ ഒരുപാട് പ്രായത്തിന്റെ കുറവുള്ള ചെറിയ കുട്ടികളോട് കലാപമുണ്ടാക്കാൻ, തർക്കിക്കാൻ, സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നല്ലേ നമ്മൾ കണ്ടത്.